നമസ്കാരം, ഞാൻ ബിജുകുമാർ, ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. നമ്മുടെ ഈ 2025 മാർച്ച് 29 മാറുന്ന ശനി അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നേക്കാം, എന്നാൽ ഈശ്വരാധീനം നല്ലതുപോലെ നിലനിൽപ്പുണ്ട്. പ്രവൃത്തികൾ നമുക്ക് വളരെ ഊർജിതമായിട്ട് ചെയ്യാൻ സാധിക്കും. കുടുംബാംഗങ്ങളുടെ നിസ്സഹകരണങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അനുഭവ യോഗം നല്ലതുപോലെ കാണുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾക്ക് സാധ്യത വളരെ ഏറെ കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമയ കാലഘട്ടമാണ്. വിദേശ തൊഴിൽ തേടുന്നവർക്കും കേന്ദ്ര സർക്കാർ ഗവൺമെൻറ് ജോബുകളൊക്കെ തേടുന്നവർക്കും മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് സ്റ്റേറ്റുകളിലോ ഇന്ത്യക്ക് പുറത്തോ സംസ്ഥാനങ്ങളിലോ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ അനുകൂല സമയ കാലഘട്ടമാണ്. പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല കാലഘട്ടം ആയി വരും. ഈശ്വരാധീനം നമുക്ക് നല്ലതുപോലെ നിലനിൽക്കുന്നുണ്ട്. വളരെയധികം ഉത്സാഹപൂർവ്വം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു മാറ്റമാണ്. അധ്യാപക മേഖലയിൽപ്പെട്ടവർക്കും ടീച്ചിങ്, സൂപ്പർവൈസിങ് അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽപ്പെട്ടവർക്കൊക്കെ നല്ല ഗുണകരമായി തീരും. യാത്രകൾ ചെയ്ത് ജോബുകൾ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് വളരെ ഗുണകരമായി തീരും. ഡ്രൈവർമാർ, വാഹനം ഓടിച്ച് ലോങ് യാത്രകളൊക്കെ പോകുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു ശനി മാറ്റം 2025 മാർച്ച് 29 ഈ ഒരു ശനി മാറ്റം നമുക്ക് അത്രയ്ക്ക് നല്ല ഗുണകരമാകും. നമുക്ക് ഈ മേഖലകളിൽ ശ്രദ്ധിക്കുക. എന്നാൽ നീരാഞ്ജനം ശനിയാഴ്ച കൊടുക്കണം, ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോകണം, ശിവക്ഷേത്രത്തിൽ ജലധാര കൊടുക്കണം. നമുക്ക് പൊതുവെ അത്ര അനുകൂലമല്ല എങ്കിലും അനുകൂലമായ ഘടകങ്ങളിൽ കൂടെ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് നമുക്ക് ഈ ഒരു ശനി മാറ്റം നല്ലതുപോലെ അനുകൂലമാക്കിയെടുക്കാൻ കഴിയും.